ഏപ്രിൽ 26 ഈസ്റ്റർ ആഴ്ചയിലെ 4-ാമത്തെ വെള്ളിയാഴ്ച. മരണാസന്നനായ ഒരു മനുഷ്യൻ തൻ്റെ ക്രിസ്ത്യൻ ഡോക്ടറോട് താൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടതായി ഒരു കഥയുണ്ട്. മറുപടി പറയാൻ ഡോക്ടർ സമയമെടുത്തപ്പോൾ വാതിലിൽ ഒരു പോറൽ കേട്ടു. അപ്പോൾ അയാൾക്ക് ഉത്തരം ലഭിച്ചു. ആ വാതിലിൽ പോറുന്നത് കേൾക്കുന്നുണ്ടോ? ഡോക്ടർ തൻ്റെ രോഗിയോട് ചോദിച്ചു. അത് എൻ്റെ നായയാണ്. ഞാൻ അവനെ താഴെ ഇറക്കി. പക്ഷെ അവൻ അക്ഷമനായി വന്ന് എൻ്റെ ശബ്ദം കേട്ട് വാതിലിന് പിന്നിൽ എന്താണെന്ന് അവനറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവനറിയാം. ഇത് തന്നെയല്ലേ, വാതിലിന് അപ്പുറം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ യജമാനൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് അതുപോലെ നമ്മളോടും പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകരുത്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ പരിശോധിക്കാം. ദൈവത്തിൽ വിശ്വസിക്കാനും അവനിൽ ആശ്രയിക്കുവാനും യേശു നമ്മോട് പറയുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിലും യേശുവിലും ആത്മാവിലും വിശ്വാസമുണ്ടോ? നമ്മുടെ ദിവസത്തിലെ ഓരോ നിമിഷവും യേശു നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം ദൈനംദിന വിശ്വാസമാണോ അതോ ഒരു ഞായറാഴ്ച വിശ്വാസം മാത്രമാണോ? നമുക്ക് യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ? അതോ കഷ്ടപ്പാടുകൾ വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴും മാത്രം യേശുവിലേക്ക് തിരിയുന്നതാണോ? അനേകം മുറികളുള്ള ഒരു വാസസ്ഥലമായിട്ടാണ് തൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന നിലയിലെ നിത്യജീവനെക്കുറിച്ച് യേശു സംസാരിക്കുന്നത്. ഒപ്പം തൻ്റെ ശിഷ്യന്മാരെയും ആ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. നമ്മളുമായി ആഴത്തിലുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമ്മോട് സഹവസിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, യേശുവുമായി സഹവസിക്കാനുള്ള എൻ്റെ ആഗ്രഹം എത്ര വലുതാണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആശങ്കകളും ഭയങ്ങളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവയെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാം. യേശു നമ്മോടൊപ്പം നടക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മെ സുഖപ്പെടുത്തുകയും നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. യേശു യഥാർത്ഥത്തിൽ നമ്മുടെ വഴിയും സത്യവും ജീവനും ആണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിനോടൊപ്പം ദിവസവും നടക്കാൻ നാം തയ്യാറാണോ? അവൻ നമുക്കായി കാത്തിരിക്കുന്നു. ദിവസവും അവനിലേക്ക് നടക്കാൻ നമുക്ക് അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.